ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പൊ കുറെ നാളായല്ലേ നമ്മൾ ഫേസ് ടു ഫേസ് വന്നിട്ട്. എനിക്ക് തോന്നുന്നു ജോലിക്ക് കയറുന്നതിന് മുന്നേ ലാസ്റ്റ് ലൈവ് ഇട്ടത്, അതിനുശേഷം സമയം ഒന്നും കിട്ടാറില്ല. ഞാൻ ചെറിയ ഷോർട്സും ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ ആയിട്ട് എന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട സമയത്തിനുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എപ്പോഴെങ്കിലൊക്കെയാണ് ഞാൻ ആ വീഡിയോ ഇടുന്നത് കേട്ടോ. ഞായറാഴ്ചയൊക്കെ കിട്ടുന്ന സമയത്ത് എടുത്തിട്ട് പിന്നെ ബസ്സിലൊക്കെ ഇരുന്നൊക്കെയാണ് എഡിറ്റ് ചെയ്യണം. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. കുറേ പേരെടുത്ത് മറ്റേ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാം ആയാലും മെസ്സേജ് അയച്ച് യൂട്യൂബിലായാലും ചോദിക്കുന്നുണ്ട് കേട്ടോ, ചേച്ചി എങ്ങനെയുണ്ട്, ജോലി കയറിയിട്ട് അനക്കമൊന്നും ഇല്ലല്ലോ, വീഡിയോസ് ഒന്നും ഇല്ലല്ലോ, എന്ത് പറ്റി, എങ്ങനെയുണ്ട് ജോലി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും എനിക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കാൻ സമയം സത്യം പറയാൻ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ വിചാരിച്ചത്. അത് ഈ വീഡിയോ ഇനി എന്ന് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല. എന്തായാലും വീഡിയോ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ സമയം പോലെ പോസ്റ്റ് ചെയ്യും. കിട്ടിയ സമയം കൊണ്ട് ഞാനൊന്ന് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോ എന്താ, ജോലിക്ക് കയറിയിട്ട് പ്രശ്നമൊന്നുമില്ല, നല്ല ജോലി തന്നെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് യാത്ര, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആറ്റിങ്ങിലാണ് ഇട്ടിരുന്നത്. അപ്പം ഒരു മാസത്തേക്ക് സിറ്റിയിലോട്ടേക്ക് ആക്കിയൊക്കെയാണ്. അപ്പം സിറ്റിയിലാണ് ഇപ്പൊ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവർ കം കണ്ടക്ടർ ആയിട്ട് തന്നെയാണ്, DC ആയിട്ട് ഡ്രൈവർ കം കണ്ടക്ടർ അത് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഡ്രൈവർ ആണെങ്കിൽ ഒരു ദിവസം കണ്ടക്ടർ, അങ്ങനെ അങ്ങനെ മാറി മാറി ജോലി എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ജോലി എങ്ങനെയാണെന്ന് ചോദിക്കുന്നതൊക്കെയുള്ള ഇതാണ്. കുറെ പേര് അന്വേഷിച്ചിട്ടുണ്ട്, ചേച്ചി എങ്ങനെ ഇതിനകത്ത് കയറാൻ പറ്റും, എങ്ങനെയാണ് ഇതിന്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ മെസ്സേജ് ഞാൻ കാണുന്നെങ്കിൽ ഓപ്പൺ ആക്കുന്ന പോലും ഇല്ല. ഞാനിങ്ങനെ സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. വാട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ബാക്കി ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്നും നോക്കുന്നില്ല. ആരും ഒന്നും വിചാരിക്കരുത്. ഈ മെസ്സേജ് അയക്കുന്നവരാരും, എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് അൺഫ്രണ്ട് ആക്കിയിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ജാടയാണ്, സമയത്ത് റിപ്ലൈ തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോയ ആൾക്കാരും ഉണ്ട്. അപ്പോ സംഭവം ഇതാണ്, സമയം കിട്ടുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ നിന്ന് വൺ സൈഡ് തന്നെ ഏകദേശം 1.5-1.25 മണിക്കൂർ എടുക്കുന്നുണ്ട് യാത്ര. രാവിലെ ഓടി അങ്ങ് പോകും, പക്ഷെ തിരിച്ച് രാവിലെ നമുക്ക് 1.5 മണിക്കൂർ, തിരിച്ചു വരുമ്പോൾ ഏകദേശം 2 മണിക്കൂർ അടുപ്പിച്ച് എടുക്കും കേട്ടോ. എനിക്ക് യാത്ര തന്നെ നല്ല ദൂരമാണ്. നോക്കിയാൽ മതി നിങ്ങൾ, കല്ലമ്പലം ടു ഈസ്റ്റ് പോർട്ട് എത്ര ദൂരം എടുക്കുന്നുണ്ടെന്നുള്ളത് കേട്ടോ. അപ്പൊ പിന്നെ അറിയാലോ, റോഡ് പണി നടക്കുന്നുണ്ട്, ബസ്സിലൊന്നും എത്തിപ്പെടാൻ പറ്റത്തില്ല. ട്രെയിൻ നോക്കാന്ന് വെച്ചാൽ ട്രെയിൻ നമ്മൾ വിചാരിക്കുന്ന സമയത്തില്ല, അതാണ് സംഭവം. രാവിലത്തെ സമയമായാലും എനിക്ക് അവിടെ കയറേണ്ട സമയത്ത് ട്രെയിൻ വരുന്നില്ല. വൈകുന്നേരം ഉണ്ട്, വൈകുന്നേരം വന്നു കഴിയുമ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങോട്ടുള്ള ബസ് കിട്ടത്തില്ല. അങ്ങനെയൊക്കെ ഒരു രണ്ടും കെട്ട സാഹചര്യത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങോട്ടാണെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടമാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇപ്പം ഈസ്റ്റ് പോട്ട് ടു ഈസ്റ്റ് പോട്ടുള്ള സർക്കിളൊക്കെ ഓടുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയുന്നില്ല, ഇത്രയും റോഡുകൾ സിറ്റിക്കകത്തുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇതുവരെ ഒന്നിന്റെ സ്ഥലങ്ങൾ കറക്റ്റ് നമുക്ക് ഈ സർക്കിൾ ഓടുന്ന ഒരു ഏകദേശം ഒരു 10-16 ട്രിപ്പ് ഒരു ദിവസം വരുന്നുണ്ട്. അപ്പം രാവിലത്തെ ഒരു ട്രിപ്പ് എടുക്കുമ്പം അല്ല, കണ്ടക്ടർ അറിയാവുന്ന ചേട്ടനെങ്കിൽ പറഞ്ഞു തരും. പിന്നെ നമ്മൾ ആ ഓടി വരുമ്പോൾ ആ ഒരു രീതിയിൽ പൊക്കോളും. എന്നൊക്കെ ഇന്നതാണ് സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. എന്നാലും ഓടും. ഫുള്ളിങ്ങനെ സർക്കിൾ ആയതുകൊണ്ട് അതങ്ങ് ഓടി സ്ഥലങ്ങളെല്ലാം ക്ലിയർ ആയി സമയത്തിനുള്ളിൽ ഓടി എത്തുന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് സിറ്റിയിലകത്തുള്ള അകത്തോട്ടുള്ള സ്ഥലങ്ങളൊന്നും അറിയാമോ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ഒരു ഷെഡ്യൂൾ ആണെങ്കിൽ നമുക്ക് സ്ഥലം ഫെമിലിയർ ആവും. പക്ഷെ ഓരോ ദിവസം ഓരോ സ്ഥലത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ടിക്കറ്റ് കൊടുക്കുന്ന ആയാലും നമ്മൾ ഒരു സ്ഥലത്താണ് സ്ഥിരം പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഫെയർ എത്രയാന്നുള്ള ഫിക്സഡ് ആയിട്ട് അറിയാൻ പറ്റും. ഇതുപോലെ സ്ഥലത്ത് ഷെഡ്യൂൾ ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് അറിയാനും പറ്റത്തില്ല. അതൊക്കെ റെഡിയായി വരുമ്പോൾ ഷെഡ്യൂളായി വരും എന്നൊക്കെ പറയുന്നുണ്ട്. 1-2 മാസത്തിനുള്ളിലൊക്കെ ആവും ഷെഡ്യൂൾ. അപ്പോ ജോലി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചവരടുത്തും ഈ ഫീൽഡിലോട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പറയാണ്, ജോലിക്കൊന്നും പ്രശ്നമൊന്നുമില്ല, നല്ലതാണ്. ഇഷ്ടപ്പെട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ജോലി തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരികയാണ്. ആ ഒരു പ്രശ്നം മാത്രമേ എന്നെ സംബന്ധിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ഏകദേശം കഴിഞ്ഞ മാസം ഞങ്ങൾ കയറുന്നത് ഏപ്രിലാണ് കയറുന്നത്. ഏപ്രിൽ ഒരു 10-16-17 ഡ്യൂട്ടി എടുക്കാൻ പറ്റുള്ളൂ എനിക്ക്. കാരണം പിന്നെ യാത്രയുള്ള ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഞായറാഴ്ചയൊക്കെ ഓഫ് എടുക്കുകയും ചെയ്തോണ്ട്, പിന്നെ ക്ലാസ് ഉള്ളതുകൊണ്ടും ഞായറാഴ്ച ഒരു ദിവസം ഓഫ് എടുക്കുന്നുണ്ട്. 10-16-17 ഡ്യൂട്ടി അങ്ങനെ എടുക്കാൻ പറ്റി കഴിഞ്ഞ മാസം. ഈ മാസം ഇപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചിന്തിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് വന്നിട്ട് വരുമ്പോൾ ഏകദേശം 10-11 മണി ഒക്കെ അടുപ്പിച്ചാവും ബസ് കിട്ടി വരുമ്പോൾ. അപ്പൊ അതിനുശേഷം പിന്നെ വീട് രാവിലെ എണീറ്റ് പോവുക, അത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാനപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഫീൽഡ് ഇഷ്ടപ്പെട്ട് വരുന്നവർക്കെല്ലാം ധൈര്യമായിട്ട് വരാം, പ്രശ്നമൊന്നുമില്ല. ഇഷ്ടപ്പെട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ വരിക, കുഴപ്പമൊന്നുമില്ല. കുറെ ആൾക്കാർ എങ്ങനെ വരും, എങ്ങനെ കയറും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ KSRTC സ്വിഫ്റ്റ് ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ഇടും. അപ്പം സൈറ്റിൽ നോക്കുക, അപ്ലൈ ചെയ്യുക. ഡയറക്റ്റ് അവരെ വിളിക്കും, കോണ്ടാക്ട് ചെയ്യും. പിന്നെ ടെസ്റ്റ് കാണും.
ഇന്റർവ്യൂസ് കാണും, പിന്നെ ട്രെയിനിങ് ഉണ്ടാവും, അങ്ങനെ കുറെ സ്റ്റെപ്പുകൾ അവരുടെ സൈഡിൽ നിന്നുണ്ടാവും. എങ്ങനെ ഡയറക്റ്റ് എങ്ങനെയാണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൂ കുറച്ച് പേര്. അത് സമൂഹം ഇത് തന്നെ നോട്ടിഫിക്കേഷൻ അയക്കുകയാണ്. പിന്നെ ഇപ്പൊ എംപ്ലോയ്മെന്റ് വഴി എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, എംപ്ലോയ്മെന്റ് വഴി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കി ആരെങ്കിലും ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് കയറാൻ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഇത് തന്നെ. രാവിലെ പോകുന്നു, തിരിച്ചു വരുന്നു, വരുമ്പോഴത്തേക്ക് രാത്രി പിന്നെ വന്നു കിടന്നാൽ ഒന്നും അറിയത്തില്ല, സുഖമായിട്ട് കിടന്ന് ഉറങ്ങി പോകും. കാരണം 11 മണിയാവും എത്തും. വന്ന് പിന്നെ അപ്പോഴേ ഒന്ന് കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേക്കും പിറ്റേ ദിവസത്തേക്കുള്ള എല്ലാ കാക്കിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ രാവിലെ എണീക്കണം, പോകണം, അങ്ങനെ ഒരു ഇതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ട് ആവുകയെന്നുണ്ടെങ്കിൽ നോക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫീൽഡിലേക്ക് എന്നെ മിക്കാനും തിരിച്ചു പോവേണ്ടി വരും. കാരണം സ്കൂൾ കൂടെ തുറന്നു കഴിഞ്ഞാൽ പാടാണ്. മോനെ അവിടെ ആക്കിയിട്ട് പോകുന്നതായാലും അവൻ്റെ കേസായാലും എല്ലാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല എനിക്ക്. പിന്നെ എനിക്ക് മെയിനായിട്ട് യാത്ര പ്രശ്നമാണ്. അപ്പം ഞാനിപ്പോൾ ഒരു 1.5 മാസം കൊണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. ചെറിയ രീതിയിലൊക്കെ വരുന്നതൊക്കെ അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നുണ്ട്, ആരോഗ്യ പ്രശ്നമായാലും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആ ഒരു വിഷമത്തിൽ ഞാൻ ഇരിക്കുകയാണ്. ആഗ്രഹിച്ച് കയറിയത് തന്നെയാണ്. പക്ഷെ ആഗ്രഹിച്ച് കയറിയതിൽ ജോലി സംബന്ധമായ വേറെ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതും ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ടൊക്കെ ആക്കി കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. കാരണം അവിടെ സർക്കിളും പിന്നെ അകത്തോട്ടുള്ള റോഡ് ഹൈവേ കിട്ടുന്നത് വളരെ അപൂർവമാണ് നമുക്ക് കിട്ടുന്ന ദിവസം സുഖമാണ് കേട്ടോ. അതൊക്കെ പിന്നെ നമുക്ക് 3-4 ട്രിപ്പൊക്കെ ഒരു ദിവസം വരും. പക്ഷെ ലോങ് ട്രിപ്പ് ആയിരിക്കും. സർക്കിൾ ഓടുന്നത് 10-16 ട്രിപ്പൊക്കെ ഒരു ദിവസം വരും. രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചാർജിങ് സമയം ഒരു അരമണിക്കൂർ കഷ്ടിച്ച് കിട്ടിയാലായി. ഫുഡ് കഴിക്കുന്നതൊക്കെ ആ സൈഡിൽ കഴിക്കും, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഇരിക്കും. രാത്രി ബ്ലോക്ക് അറിയാലോ, സിറ്റിയിലെ ബ്ലോക്ക് ഇന്നലെയൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ടും ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. സർക്കിൾ ഓടുന്നതിലൊക്കെ ബ്ലോക്ക് ബാധകമാവും, അല്ലാണ്ട് ഓടുന്നതും ബ്ലോക്ക് ബാധകമാവും. മെയിൻ റോഡ് ബൈപ്പാസ് ഒക്കെ പോകുമ്പോഴും ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ബ്ലോക്കൊക്കെ താണ്ടി നമ്മൾ തിരിച്ച് ഡിപ്പോയിലെത്തി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ആ ഒരു ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഫീൽഡ് ഇഷ്ടപ്പെട്ടെടുക്കുന്നത്. ഡ്രൈവിങ് എന്നുള്ളത് ഇഷ്ടപ്പെട്ട് വന്നതായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു, ശരി തന്നെ. കണ്ടക്ടർ പണിക്കല്ല വന്നത്, ഡ്രൈവിങ്ങിനാണ് ഇഷ്ടപ്പെട്ട് കയറിയത്. പക്ഷെ നമുക്ക് DC ആയിട്ട് എടുക്കുള്ളൂ, 2 പണിയും തരും, 2 ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് 2ഉം നല്ല രീതിയിൽ ഇതുവരെ ചെയ്തു പോകുന്നുണ്ട്. ഇനിയും ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം, ഇങ്ങോട്ടൊക്കെ ആയി കിട്ടുവാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് തന്നെ പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടന്റ് ഫീൽഡിലേക്ക് തന്നെ ഞാൻ മടങ്ങി പോവുക എന്നുള്ള തീരുമാനത്തിലാണ്. ഞാനിപ്പോൾ സ്വന്തമായിട്ട് എടുത്തേക്കുന്ന തീരുമാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് നോക്കാം. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കിട്ടും, നമുക്ക് ആറ്റിങ്ങിലോട്ട് കിട്ടാൻ ചാൻസ് കുറവൊന്നുമില്ല, കിട്ടും. പക്ഷേ ആറ്റിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് 3-4 ബസ്സൊക്കെ ഉള്ളൂ. അപ്പം അത് ഡ്യൂട്ടിയും കറക്റ്റ് ഇവിടെ കിട്ടുന്ന അത്രയും ഡ്യൂട്ടി കിട്ടത്തില്ല. ഇവിടെ നമുക്ക് എല്ലാ ദിവസവും ഡ്യൂട്ടി കിട്ടും സിറ്റിയിലാണെങ്കിൽ. ഇവിടെ ആറ്റിങ് വെച്ചാൽ നമ്മൾ ഡ്യൂട്ടി എല്ലാ ദിവസവും കിട്ടത്തില്ല, അതാണ് സംഭവം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ആറ്റിങ്ങിലോട്ട് ആദ്യമേ പോസ്റ്റിംഗ് തന്നതുമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് അടുത്തുള്ള സീറ്റിലോട്ട് മാറ്റും. ഇത്രയും യാത്ര ബുദ്ധിമുട്ടുള്ളത് കൊണ്ടേ മാറ്റും, സമയം എടുക്കും അതിന്. അപ്പൊ ഞാനിങ്ങനെ 1.5 മാസം കൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരു മാസം കഴിയുമ്പോൾ ആക്കി തരാന്നാ പറഞ്ഞത്. അപ്പൊ നോക്കട്ടെ, അതെന്തെങ്കിലും ആവുമെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇതിൽ കയറിയിട്ട് സമയം കിട്ടുമ്പോൾ എന്റെ ചാനലും കൂടെ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് കയറിയത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും നടക്കുന്നില്ല. ഫുൾ ടൈം നമുക്ക് ഓട്ടം തന്നെയാണ്. എനിക്ക് ഈ യാത്രകൾ ചെയ്തിട്ട് വരുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീഡിയോസ് ഒന്നും കറക്റ്റ് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല. അപ്പൊ എന്തായാലും നോക്കാം, നമുക്ക് വഴിയെ എനിക്ക് ഇങ്ങോട്ടൊക്കെ കിട്ടുക, നിങ്ങളും കൂടെ പ്രാർത്ഥിക്കുക. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫീൽഡിൽ തന്നെ ഞാൻ തുടരും. ഇല്ലെന്നുണ്ടെങ്കിൽ എന്റെ പഴയ ഫീൽഡ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് തന്നെയാണ് എന്റെ അക്കൗണ്ട്സ് ഫീൽഡ്. പിന്നെ ഞാൻ ഒത്തിരി ഒന്ന് റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലോട്ടൊന്ന് പോവാം എന്നൊക്കെ വെച്ച് ഇറങ്ങിയാണ്. ചേഞ്ച് ആരാ ഇഷ്ടപ്പെടാത്തത്, അങ്ങനെ ഇറങ്ങിയതാണ്. ഈ ഒരു ചേഞ്ച് എനിക്ക് ഇഷ്ടമായി. പക്ഷേ നമുക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ യാത്രാ ബുദ്ധിമുട്ടുണ്ട്, എന്ന് വന്നും പോയിരിക്കുന്ന പാടാണല്ലേ. പിന്നെ അവിടെ നിൽക്കണം, അവിടെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സുഖം പണിയാണ് കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാനുള്ള സാഹചര്യം അല്ലാത്തതുകൊണ്ട്, വീട്ടിൽ ആരും ഇല്ല, അമ്മ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അമ്മയ്ക്ക് എല്ലാ ജോലിയും കൂടെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടു നടക്കാൻ എനിക്ക് സമയങ്ങളുള്ളൂ. അതുകൊണ്ട് ഞാൻ അതൊരു ഇത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ആളായിട്ട് ഇങ്ങനെ ഒരാൾ വേണം, അപ്പൊ അതുണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ ഓടി വന്നും പോയി നിൽക്കുന്നതാണ്. ആ ഒരു ബുദ്ധിമുട്ടാണ് എൻ്റെ സൈഡിൽ നിന്നുള്ളത്. അപ്പം ഈ ഒരു ഫീൽഡിലേക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും മുന്നോട്ട് വരിക. ലേഡീസാണ്, ലേഡീസിനോട് ഞാൻ പ്രത്യേകം പറയാണ്, എല്ലാവരും വരിക, ഇഷ്ടപ്പെട്ട് തന്നെ മുന്നോട്ട് വരിക. കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റും. ദൂരെയുള്ള ഇഷ്ടംപോലെ പിള്ളേരുണ്ട് അവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചുള്ള സാഹചര്യം ഞാൻ പറഞ്ഞാണ്. അല്ലാതെ ഇഷ്ടംപോലെ കുട്ടികൾ അവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അവരൊക്കെ നല്ല ഹാപ്പിയായിട്ട് എല്ലാ ദിവസവും ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇഷ്ടപ്പെടലൊക്കെ വരിക, നമ്മളെയൊക്കെ മുൻനിർത്തി എന്താണ് നമ്മൾക്ക് പ്രചോദനമായിട്ട് മനസ്സ് വിചാരിച്ച് മുന്നോട്ട് വരിക കേട്ടോ.
അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ കുറെ നാളായി ലൈവൊക്കെ ഉണ്ട്, ലൈവിനുള്ള സമയം കിട്ടുന്നത്. ഇന്നിപ്പോ എനിക്ക് കുറച്ച് സമയം കിട്ടണം, ഞാൻ വീഡിയോ എടുത്തും കിട്ടുന്നതേ ഉള്ളൂ. ഇതിനി എപ്പോ പോസ്റ്റ് ചെയ്യും എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. സമയം കിട്ടുമ്പോൾ ഞാനങ്ങ് പോസ്റ്റ് ചെയ്യാം. അപ്പം എല്ലാവരും സഹകരിക്കുക, വീഡിയോ എല്ലാവരും കാണുക. ഇടുന്ന വീഡിയോസ് എല്ലാവരും കാണാൻ നോക്കുക കേട്ടോ. കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. എനിക്ക് എല്ലാവരുടെയും ഇതിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കമന്റ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ അയച്ചിട്ടാൽ മതി. ഇതുപോലെ എപ്പോഴേക്കും സമയം കിട്ടുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. എന്നെ കുറേ, പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയട്ടെ, എന്നെ കുറേ അധികം ആൾക്കാർ ഇതിനറിയാന്നുള്ളത് ഞാൻ റൂട്ടിൽ പോകുന്ന സമയം എന്നെ കണ്ടിട്ട് അപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടുന്നുണ്ട് കേട്ടോ. ചേച്ചി കണ്ടു, ഇന്നടുത്ത് വെച്ച് കണ്ടു. അത് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഇന്നിങ്ങനെ ആർക്കും അറിയാത്ത ആൾക്കാർ ഈ സമയത്ത് ഞാൻ ഇറങ്ങുന്നത് തന്നെ ഈ ഒരു ഫീൽഡിലോട്ട്. അപ്പം ഇങ്ങനെയൊക്കെ യൂട്യൂബ് ചാനലൊക്കെ എന്നെ കണ്ടിട്ടുള്ള പരിചയം കൊണ്ടുള്ള ഇതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം 2-3 പേര് മെസ്സേജ് അയച്ചു. ഞാൻ ബസ്സിലുണ്ടായിരുന്നല്ലോ, ബസ്സിനകത്ത് വെച്ചും കണ്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാര്. ഇങ്ങനെ യൂട്യൂബുള്ള ആളല്ലേ, യൂട്യൂബർ അല്ലേ, ഇൻസ്റ്റാഗ്രാം ഒരു വീഡിയോ എടുത്ത് ചേച്ചിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ടല്ലോ ആൾക്കാര്. 10 പേര് തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് കുറെ ആൾക്കാർ ഈ മെസ്സേജ് അയച്ചു, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോട്ടോ എടുക്കാൻ. ഒരാള് എനിക്ക് ഫോട്ടോ സഹിതം എടുത്തയച്ചു. ഞാൻ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന ഫോട്ടോ എടുത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്നു കേട്ടോ. ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. കുറെ ആൾക്കാർ ഇങ്ങനെ എന്നെ കണ്ടതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജ് ഉള്ളൂര് അവിടെയൊക്കെ വെച്ചിട്ട് ഒരു പയ്യൻ കണ്ടതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫോട്ടോ സഹിതമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ വളരെ സന്തോഷം. എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട്. പറ്റുന്നതൊക്കെ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. വീഡിയോസ് ഒക്കെ സമയം പോലെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ